Hallelujah. ഇന്ന് രാവിലെ സമയത്ത് ദൈവവചനത്തിൽ നിന്ന് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം നിങ്ങളോട് ഞാൻ പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. Today morning, I would like to share from the Word of God a very special message. ഇത് നിങ്ങളോട് പങ്കുവെക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. And I'm really happy to share this word to you today. എൻ്റെ പ്രാർത്ഥന ഇത് നിങ്ങൾക്കും എനിക്കും ദൈവത്തിൻ്റെ ചില ഒരു പ്രത്യേക ഒരു സ്വഭാവം തന്നെ കാണുവാൻ ഇടയാക്കുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. And my prayer today is that we all, you and me, we all would see a special character of God in a deeper way. നമുക്ക് പ്രാർത്ഥിക്കാം. Let's pray. സ്വർഗീയ പിതാവേ, Heavenly Father, അങ്ങ് ഞങ്ങളുടെ കണ്ണ് തുറക്കണമേ. please open our eyes, O Lord. ഞങ്ങളുടെ ഹൃദയ കണ്ണുകൾ തുറക്കാതിരിക്കുവാണെങ്കിൽ ഞങ്ങൾക്കൊന്നും കാണാൻ സാധിക്കത്തില്ല കർത്താവേ. And if the eyes of our heart are not open, we won't be able to see anything, O Lord. ഞങ്ങളുടെ ബുദ്ധിക്ക് വേണ്ടി ഞങ്ങൾ നന്ദി പറയുന്നു, പക്ഷെ അത് പോരാ. We thank you, Lord, for our intellect, but that's not enough. പല അറിവ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്, അതിനായിട്ട് നന്ദി. എന്നാൽ അത് പോരാ. We thank you for the knowledge that we have received, but that's not enough. ഇന്ന് രാവിലെ സമയത്ത് അങ്ങയുടെ ആത്മാവിനാൽ അങ്ങ് ഞങ്ങൾ ഓരോരുത്തരോടും സംസാരിക്കണമേ. Please speak to each one of us today morning by your Holy Spirit. എന്നെ ഇന്ന് കേൾക്കുന്ന പല ആൾക്കാര് അവരായിരിക്കുന്ന സ്ഥലത്ത് ശ്രദ്ധ വെച്ച് കേൾക്കുവാൻ അങ്ങ് സഹായിക്കണമേ. I pray for all the people who are listening to me today morning in various places. Help them to pay close attention to what is being spoken, O Lord. അങ്ങയുടെ കരുണയാൽ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. Please help us by your mercy, O Lord. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. In Jesus' name we pray. ആമേൻ. Amen. നമ്മളുടെ ദൈവത്തെക്കുറിച്ച് സംസാരിച്ചാല് ഇന്ന് വിശ്വാസികളുടെ ഇടയില്, ലോകത്തിന്റെ ആൾക്കാരുടെ ഇടയില് അദ്ദേഹത്തിന് ഒരു ഇമേജ് പ്രോബ്ലം ഉണ്ട്. If we talk of the character of God, he has an image problem in the hearts of believers and of the non-believers. എന്താണ് ഞാൻ ഇമേജ് പ്രോബ്ലത്തെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്? What do I mean when I say image problem? അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം യഥാർത്ഥമായിട്ടും ആയിരിക്കുന്നത് പോലല്ല ആൾക്കാർ അദ്ദേഹത്തെ കരുതുന്നത്. What I mean is that how God really actually is, that is not how people see him. മിക്കവാറും ആൾക്കാർ ദൈവത്തെ കാണുന്നത് ഒരു ഏതാണ്ട് ഒരു ശക്തിയുള്ള ഒരാള്, മിക്കവാറും ഒക്കെ ദേഷ്യപ്പെട്ടിരിക്കുന്ന ഒരാളായിട്ടാണ്. Many people see him as a person who's an angry God, who's mighty and angry as well. അദ്ദേഹത്തിന്റെ അടുക്കൽ വരാനായിട്ട് ആൾക്കാർക്കൊരു ടെൻഷനാണ്. People feel afraid to come into his presence. He is sort of unapproachable. കോപമൊക്കെ ഉള്ള ആളാണ്. He's a person with anger. എന്ന് അങ്ങനെയാണ് പലരും കരുതുന്നത്. That's how many people perceive him as. അദ്ദേഹം പരിശുദ്ധനാണ്. എന്നാൽ ഈ പരിശുദ്ധൻ എന്ന് പറയുമ്പോൾ അത് ആൾക്കാർക്ക് ഒരു ഇഷ്ടം വരുന്ന രീതിയിലുള്ള പരിശുദ്ധിയല്ല. എന്നാ ഇത് അദ്ദേഹത്തിൽ നിന്ന് ദൂരെ നിൽക്കാം എന്നുള്ള ഒരു തോന്നൽ വരുത്തുന്ന രീതിയിലാണ് ആൾക്കാർ ദൈവത്തെ കുറിച്ച് ചിന്തിക്കുന്നത്. Many people perceive him as a God who is holy, but his holiness is sort of a repelling holiness. പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ നമ്മൾ ദൈവത്തെ കുറിച്ച് കാണുന്ന ആ ചിത്രം അത് കാണുമ്പോൾ ആൾക്കാർ ചിന്തിക്കുന്നത് അയ്യോ ആ ദൈവം ഒരു വല്ലാത്ത ദൈവമാണ്, പിന്നെ യേശു വന്ന് അദ്ദേഹത്തെ ഇപ്പൊ ഒന്ന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞു നിർത്തിയിരിക്കുകയാണെന്നുള്ള രീതിയിലാണ് നമ്മളിപ്പം കാണുന്നത്. And especially the God of the Old Testament is seen as a wrathful God.
And people think that after the coming of Jesus Christ, he has sort of calmed the father down and now he's not so wrathful. നമ്മള് പല വീടുകളില് ഇങ്ങനെ ഈ ചില അവിടുത്തെ അപ്പന്മാര് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അപ്പം ആൾക്കാർക്ക് നേരിട്ട് അപ്പൻ്റെ അടുത്തോട്ട് പോകാൻ പറ്റത്തില്ല. പിന്നെ അമ്മ വഴിയൊക്കെയാണ് ഈ അപ്പൻ്റെ അടുത്തോട്ട് പോകുന്നത്. In many of the families, the father is a very strict and angry person and he's not very approachable to the children. So the children go through their mother to the father. അപ്പൊ അതേപോലെ ഇന്ന് ആൾക്കാര് പിതാവായ ദൈവത്തിന്റെ അടുത്തോട്ട് പോകുന്നത് ഒന്നെങ്കിൽ പുത്രനിൽ കൂടി അല്ലെങ്കിൽ പുത്രന്റെ അമ്മയിൽ കൂടി പോകാനായിട്ട് ചില ആൾക്കാര് താല്പര്യപ്പെടുന്നു. So these days many people would like to go to the heavenly father through the son or even through the son's mother. ദൈവത്തെ തന്നെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? But how does God describe himself? മോശ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ എനിക്ക് അങ്ങയുടെ ആ മഹിമ അല്ലെങ്കിൽ അങ്ങയുടെ ആ മഹത്വം ഒന്ന് കാണിച്ചു തരണമേ. Moses told God once, God, show me your glory. അപ്പൊ ദൈവം മോശയുടെ അടുക്കിലേക്ക് വന്ന് ദൈവത്തെക്കുറിച്ച് തന്നെ പറഞ്ഞു, ഞാൻ ഇങ്ങനത്തെ ഒരാളാണ്. And then God came to Moses and described himself like this. പുറപ്പാട് 34:6-7 വാക്യങ്ങൾ. Let's look at Exodus 34 verses 6 and 7. ഞാൻ ഇന്ന് ഏത് ഇത് വാക്യം വായിക്കാൻ പറഞ്ഞാലും അത് മലയാളത്തില് ശാന്തി വായിക്കും. ഇംഗ്ലീഷ് ഞാൻ വായിക്കത്തില്ല. ഇംഗ്ലീഷിൽ അത് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. The verses in English would be shown on the screen and the Malayalam verses would be read out. So Exodus 34 verses 6 and 7. യഹോവ അവന്റെ മുമ്പാകെ കടന്ന് ഘോഷിച്ചത് എന്തെന്നാൽ, യഹോവ യഹോവയായ ദൈവം കരുണയും കൃപയുമുള്ളവൻ, ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തതയുമുള്ളവൻ, 1000 ദയ പാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ, കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും 3-ാമത്തെയും 4-ാമത്തെയും തലമുറയോളം സന്ദർശിക്കുന്നവൻ. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദൈവത്തെ തന്നെ വിശേഷിപ്പിക്കുന്നത് അവൻ കരുണയും കൃപയും ഉള്ളവൻ. What we see here is that God describes himself as a gracious and compassionate God. അവൻ ദീർഘക്ഷമ, കോപത്തിന് താമസം കാണിക്കുന്നവനായിട്ടാണ് അവിടെ കാണിക്കുന്നത്. And he describes himself as a person slow to anger and a very patient God. അവന് മഹാദയുള്ളവനായിട്ടാണ് ദൈവത്തെ കുറിച്ച് പറയുന്നത്. He describes himself as a person abounding in steadfast love. അത് മാത്രമല്ല, ആ ദൈവത്തിന് വിശ്വസ്തതയുണ്ട്. And not only that, he's a person who's full of faithfulness. എന്നാൽ അവൻ അകൃത്യത്തെയും അതിക്രമവും പാപം അതിനെ എതിരെ അവനെ അങ്ങനെ അതെല്ലാം അവൻ ക്ഷമിക്കുന്നവനാണെന്നും അവിടെ എഴുതിയിട്ടുണ്ട്. At the same time, he is also a God who forgives iniquity and transgression and sin. അപ്പൊ ഈ പിതാവായ ദൈവം എങ്ങനത്തെ ഒരാളാണ്? So what sort of a person is our heavenly Father? ഇന്ന് ഞാൻ നിങ്ങളെ എന്റെ കൂടെ ഒരു യാത്രയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. Let me take you to a guided tour. എല്ലാ കാര്യമൊന്നും പറയാൻ പറ്റത്തില്ല, എന്നാൽ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോടൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. I won't be able to say everything, but allow me to say a few things to you. ദൈവം ആദാമിനെയും ഹവ്വയെയും സൃഷ്ടിച്ചു. God created Adam and Eve. അവര് പാപം ചെയ്തപ്പോൾ ദൈവത്തിന് വേണേ അവരെ കൊല്ലായിരുന്നു. And when they sinned, God could very well have killed them. പക്ഷെ ദൈവം അവരെ കൊന്നില്ല. But God did not kill them. ദൈവം അവരോട് കരുണ കാണിച്ചു. God showed mercy towards them. അഥവാ അവരെ പാപം ചെയ്തു കഴിഞ്ഞിട്ട് ഏദൻ തോട്ടത്തിൽ തന്നെ നിന്ന്
ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് ഫലം കഴിച്ചായിരുന്നെങ്കിൽ അവരവരുടെ പാപത്തിൽ നിത്യമായും ജീവിച്ചേനെ. അതവർക്ക് നല്ലതല്ലായിരുന്നു. അതുകൊണ്ട് ദൈവം കരുണയുള്ളത് കൊണ്ട് അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് ഇറക്കി വിട്ടു. And after they sinned, if they had eaten of the tree of life, they would have lived eternally in that body of sin. And so God, out of his great mercy towards them, drove them out of the Garden of Eden. അത് മാത്രമല്ല, ദൈവം പറഞ്ഞത് അനുസരണക്കേട് കാണിച്ചിട്ട് പോലും ദൈവം ആദാമും ഹവ്വായ്ക്കും വാഗ്ദത്തം കൊടുത്തു, അവരുടെ ഒരു സന്തതി വരും, ആ സന്തതി ഈ മനുഷ്യരാശിയെ രക്ഷിക്കും എന്ന് വാഗ്ദത്തം കൊടുത്തു. And in spite of their disobedience to God's commands, God didn't stop here. God gave promises about the seed of Adam coming to redeem them. അത് മാത്രമല്ല, ആദാമും ഹവ്വായും അവർക്ക് മനസ്സിലായി അവരെ നഗ്നനായിരുന്നെന്ന്. അപ്പം ദൈവം കരുണ കാണിച്ചു. അവരെ ആണെങ്കിൽ അത്തിവൃക്ഷത്തിന്റെ ഇല കൊണ്ട് ഏതാണ്ട് കവർ ചെയ്യാൻ നോക്കി. പക്ഷെ ദൈവം ഒരു മൃഗത്തെ കൊന്നിട്ട് അതിന്റെ തോലുകൊണ്ട് തുണി ഡ്രസ് ഉണ്ടാക്കി ദൈവം ആദാമും ഹവ്വായ്ക്കും കൊടുത്തു. ദൈവം അവിടെയും കരുണ കാണിക്കുമായിരുന്നു. And not only that, when Adam and Eve realized that they were naked, they tried to cover themselves using meager fig leaves. But God, he killed an animal and he used the skin of that animal to cover their nakedness. ദൈവം കയന് ഉള്ളിൽ പാപം വന്നപ്പോൾ ദൈവം നേരിട്ട് കയനെ ശിക്ഷിച്ചില്ല. ദൈവം കയന് അവസരം കൊടുത്തു. കയനോട് പറഞ്ഞു, കയനെ, നിന്നെ പാപം കയറി പിടിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു, നീ അതിൽ ജയം പ്രാപിക്കണം, അല്ലെങ്കിൽ നീ നാശത്തിലേക്ക് പോകും എന്ന് ദൈവം അവിടെ വാണിംഗ് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. And not only that, when Cain sinned, God gave him opportunity to mend his ways. He told Cain, Cain, sin is at the door of your heart and it's trying to master you, but you should take control over it. അത് മാത്രമല്ല, കയൻ ഹാബേലിനെ കൊന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് കയന് പേടിയായി, കയന് ഓടിപ്പോവായിരുന്നു. പക്ഷെ കയന് പേടിയായി, ഇനിയും ആൾക്കാരൊക്കെ എന്നെ കൊന്നെങ്കിലോ എന്തെങ്കിലും സംഭവിച്ചെങ്കിലോ. അപ്പം ദൈവം അദ്ദേഹത്തെ അവിടെ അല്ല, അങ്ങനെ സംഭവിക്കത്തില്ല എന്ന് അവിടെ ഒരു പ്രൊട്ടക്ഷൻ അവിടെ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. After Cain killed Abel, he was afraid that people might kill him, but God gave him a sign of his protection over Cain. മനുഷ്യരാശിയോട് ദൈവത്തിന് കരുണ തോന്നിയിട്ട് വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന അബ്രഹാമിനെ ദൈവം തെരഞ്ഞെടുത്തു. God chose Abraham, who was an idol worshipper, to show his mercy towards the whole of humanity. നമ്മൾ അബ്രഹാമിന്റെ ജീവിതം നോക്കിയാല് അദ്ദേഹം കുറച്ച് കള്ളമൊക്കെ പറയുന്ന ആളൊക്കെ ആയിരുന്നു. എന്നാല് അവിടെയും ദൈവം അബ്രഹാമിനെ കവർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. When we look at the life of Abraham, we see that he had told lies, but even in those situations, we see God covering Abraham. അതിനുശേഷം നമ്മള് ഇസ്ഹാക്ക് അല്ലെങ്കിൽ യാക്കോബിന്റെ ജീവിതത്തിൽ നോക്കിയാല് യാക്കോബ് ഒരു വഞ്ചകനായിരുന്നു. യാക്കോബ് അവനെ കൗശലം കാണിക്കുന്ന ഒരാളായിരുന്നു. എന്നാല് ദൈവം ഈ യാക്കോബിന്റെ ജീവിതത്തിൽ കരുണ കാണിച്ച് ദീർഘക്ഷമ കാണിച്ച് അവന് ദൈവം വേണം എന്ന് അദ്ദേഹത്തിന് ബോധ്യം വരുന്ന ആ സമയം വരെ ദൈവം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കരുണ കാണിച്ചുകൊണ്ടേയിരുന്നു. And we see the life of Isaac, how God showed mercy to him. And not only Isaac, God showed mercy to a deceitful, crooked person like Jacob. And God was long suffering with Jacob. And he waited patiently for the time in Jacob's life when Jacob would plead that I need you, God. Till that time, God waited. അതിനുശേഷം നമ്മൾ കാണുന്നത് ദൈവം ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് കരുണ കാണിച്ച് വിടുവിക്കുന്നു. And after that we see how God showed mercy upon Israel and delivered Israel from Egypt. ഇസ്രായേൽ മക്കളെ അവരെ അടിമത്തത്തിലായിരുന്നു. എന്നാൽ ആ അടിമത്തത്തിൽ നിന്ന് അവളെ രക്ഷിച്ച് കൊണ്ടുവരുമ്പോള് ഇസ്രായേൽ മക്കളുടെ മട്ട് കണ്ടാല് അവര് ദൈവത്തിന് ഏതാണ്ട് ഔദാര്യം ചെയ്യുന്ന മാതിരി ഉള്ള രീതിയിൽ, അയ്യോ
അവിടെ നല്ല രസമായിരുന്നല്ലോ, ഒത്തിരി കഴിക്കാൻ കിട്ടുമായിരുന്നു, ഇവിടെ എന്താണ് മന്ന മാത്രമേ കിട്ടുന്നുള്ളല്ലോ എന്ന് പറഞ്ഞ് പിറുപിറുത്തു, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. നമ്മൾ തിരിച്ചു പോവാണെന്ന് പറഞ്ഞു. പക്ഷെ ദൈവം അവിടെയും കരുണ കാണിച്ചു. Israel was under the slavery and bondage of Egypt, and God delivered Israel from Egypt and took them to the promised land. But on the way we see how Israel complained and rebelled and against God and tested him, and it's as if they were doing a favor to God. ദൈവം ഇങ്ങനെ പറഞ്ഞില്ല, ഓ എനിക്ക് ഇവരെല്ലാം ചുമന്നുകൊണ്ട് നടക്കാൻ പറ്റത്തില്ല, നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് പോ. അങ്ങനൊന്നും പറയാതെ ദൈവം കരുണ കാണിച്ച് ദീർഘക്ഷമ കാണിച്ച് ഇസ്രായേലിനെ മുന്നോട്ട് തന്നെ കൊണ്ടുപോയി. God could very well have rejected them. He would have said, oh, go to hell, but he never did that. He continued to show mercy and long suffering towards them. വേദോസ്തത്തിൽ പറയുന്ന 10 പ്രാവശ്യം ഇസ്രായേൽ മക്കള് ഈ യഹോവയെ പരീക്ഷിച്ചു, ഒന്നും രണ്ടുമല്ല. The word of God says that the Israelites tested God not once or twice, but 10 times. ഇത്രയും പാപത്തിൽ കിടക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ, ഇസ്രായേൽ മക്കള്, these Israelites, they were a group of people who were deep in sin. അങ്ങനെയുള്ള ആൾക്കാരുടെ സഹായിക്കാൻ ആർക്കും ഇഷ്ടമായിരിക്കും. പക്ഷെ പരിശുദ്ധനായ ദൈവത്തിന് അങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിൽ ജീവിക്കുവാനായിട്ട് എങ്ങനെ താല്പര്യം വന്നു? See, such a group of people who are deep in sin, someone would like to help them. But think of a holy God who wanted to live in the midst of such a group of people. നമ്മളും ഈ ചേരിയിലൊക്കെ പോയി കുറച്ച് ഫുഡ് പാക്കറ്റോ അല്ലെ വേറെ എന്തെങ്കിലും കൊടുക്കാൻ നമുക്ക് താല്പര്യമുണ്ട്. അവിടെ ചെന്ന് ജീവിക്കാൻ നമുക്ക് താല്പര്യമുണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. We may all like to go to the slums and help out people by giving them food packets. But how many of us would really love to live amongst their midst in the slums? തെറ്റിദ്ധരിക്കേണ്ട, ഫുഡ് പാക്കറ്റ് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഞാൻ പറഞ്ഞത് നമ്മൾ ഇച്ചിരി ദൂരെ നിന്ന് സഹായിക്കുന്നതാണ് പലർക്കും ഇഷ്ടം. അധികം അങ്ങ് അടുക്കാതിരുന്ന് ഇവരുടെയൊക്കെ ഇടയില് എന്തിനാ കയറി ചെല്ലുന്നേ എന്ന് ഉള്ള ബോധ്യമുള്ളവരാണ് നമ്മളിൽ പലരും. Please don't misunderstand me. It's always good to help out the poor people, give them food packets. But many of us want to help them out from a distance. We don't want to take the trouble of staying with them and getting our hands dirty. പക്ഷെ ദൈവം പറഞ്ഞു, നിങ്ങളൊരു സമാഗമന കൂടാരം ഉണ്ടാക്ക്, ഞാൻ നിങ്ങളുടെ ഇടയിൽ പാർക്കും. But God told the Israelites, you make a tabernacle and I would like to dwell in your midst. ദൈവം ഇങ്ങനെ പറഞ്ഞു, ഞാൻ പരിശുദ്ധനാണ്, എന്റെ അടുക്കലേക്ക് ആർക്കും വരാൻ പറ്റത്തില്ല, പക്ഷെ ഞാൻ അതിനുവേണ്ടി ഒരു മെക്കാനിസം ഉണ്ടാക്കും. നിങ്ങള് യാഗങ്ങൾ കൊണ്ടുവരണം, നിങ്ങള് മൃഗങ്ങളെ കൊന്ന് അതിന്റെ രക്തം മുഖാന്തരം നിങ്ങൾക്ക് എന്റെ അടുക്കൽ വരാൻ സാധിക്കും. അപ്പം നമ്മൾ ഇവിടെയും കാണുന്നത് ദൈവം കരുണ കാണിക്കുന്നു. And God said, I am a holy God and you can't come near me. But don't worry, I have prepared a way even for that. I have prepared a way for sacrifices. You bring the animals, sacrifice them, and through their blood, I can be near you. ഓ, എന്റെ ജീവിതത്തിൽ എനിക്ക് ഭയങ്കര വലിയൊരു കാര്യം മനസ്സിലായത് ഞാൻ നിങ്ങളോടൊന്ന് പറയട്ടെ. Let me tell you of an amazing and wonderful thing I understood. നമുക്ക് എല്ലാവർക്കും അറിയാം, ദൈവം നിയമം തരുന്ന ഒരു ദൈവമാണ്, അല്ലേ? We all know that God is a God who gives laws. അവൻ ന്യായപ്രമാണം നൽകി. He gave the laws. പക്ഷെ നിങ്ങൾക്കറിയാമോ, സമാഗമന കൂടാരത്തിന്റെ അതിവിശുദ്ധ സ്ഥാനത്ത് അതിനകത്ത് എന്തുവായിരുന്നു? But do you know that inside the tabernacle, in the holiest of the holies, what was kept there? പെട്ടകം. The ark was kept in the most holy place. പെട്ടകത്തിനകത്ത് എന്തായിരുന്നു? What was inside the ark? മോശ എഴുതിയ ന്യായപ്രമാണത്തിന്റെ 2 കല്ലുകൾ. The stone tablets of the commandments which Moses had written. വേറെ 2 കാര്യങ്ങളും ഉണ്ടായിരുന്നു. മന്നായും ഉണ്ടായിരുന്നു, അഹ്റോന്റെ വടി അതും അതിനകത്തുണ്ട്. The pot of manna and Aaron's rod that budded, that was also inside the ark. അപ്പോൾ അതിവിശുദ്ധ സ്ഥാനത്ത് എന്തുവാ ഉള്ളത്? So what is kept there in the most holy place?
ന്യായപ്രമാണം, the law, the commandments. അല്ലേ? പക്ഷേ ഈ പെട്ടകത്തിന്റെ മേളിൽ ഒരു സാധനം ഉണ്ടായിരുന്നു. But there was something just above the ark. രണ്ട് കെരൂബുകൾ ഇങ്ങനെ നിൽക്കുകയാണ്. There were two cherubims with their wings spread like that. ആ രണ്ട് കെരൂബുകൾ നിൽക്കുന്നു. അതിന്റെ ഇടയ്ക്കുള്ള സ്ഥലത്തിന് എന്തുവായിരുന്നു പറയുന്നതെന്ന് അറിയാമോ? So what was the space in between the cherubs? What was that space called? ഇംഗ്ലീഷിലെ മേഴ്സി സീറ്റ്, മലയാളത്തിലെ കൃപാസനം. In English it's called the mercy seat. And in Malayalam it's called the seat of grace. പ്രിയമുള്ളവരെ, എല്ലാവർക്കും ദൈവത്തെ പേടിയുള്ളത് ന്യായപ്രമാണം ഉള്ളത് കൊണ്ടാണ്. My dear beloved brothers and sisters, why is it that people are scared of God? Because of these commandments and the law. പക്ഷേ ഈ ന്യായപ്രമാണം നമ്മളെ വിഴുങ്ങാൻ വേണ്ടിയല്ല. But these commandments are not there to harm us. ഈ ന്യായപ്രമാണം നമ്മളുടെ കുഴപ്പം എന്തുവാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. നമ്മൾ കുഴപ്പക്കാരാണെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു മുഖാന്തരം മാത്രമാണ്. This law is an instrument to show that we are sinners. ഈ ന്യായപ്രമാണം ദൈവത്തിന്റെ നിലവാരം കാണിക്കാനും നമ്മൾ ആ നിലവാരത്തിലല്ല എന്ന് കാണിക്കാനായിട്ടുള്ള ഒരു ഉപകരണമാണ്. This law is an instrument to show the standards of God and also to show that we can never reach those standards. ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് പനിയുണ്ടെന്ന് കൈവച്ച് നോക്കി അറിയാം. എന്നാൽ ഇച്ചിരൂടെ ആക്യുറേറ്റ് ആയിട്ട് അറിയണമെങ്കിൽ എന്തോ ചെയ്യും? Can I ask you something? When you have fever, we can touch our face or our body and we can feel the heat. But how do we measure our fever accurately? തെർമോമീറ്റർ. We use a thermometer. ഓക്കെ. അപ്പൊ തെർമോമീറ്റർ എടുത്ത് നിങ്ങൾ വെക്കുമ്പോൾ 104 ഡിഗ്രി എന്ന് പറയുമ്പോൾ, so when we use a thermometer and the thermometer shows 104 degrees Celsius, നിങ്ങൾക്ക് ആ തെർമോമീറ്ററിനോട് ദേഷ്യം വരുമോ? would you get angry with the thermometer? നിങ്ങൾ ചിലർക്ക് അങ്ങനെയും ദേഷ്യം വരാറുണ്ട്. ചിലർ ഈ വെയിങ് മെഷീനിൽ നിന്നിട്ട് അവർ ഈ വെയിറ്റ് കുറയ്ക്കാൻ നോക്കും. എന്നിട്ട് നോക്കുമ്പോ ശരിയാകാത്തപ്പോ അവർ ആ വെയിങ് മെഷീനിലോട്ട് ഇത് തെറ്റാ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടാറുണ്ട്. Some people would even do that. Those who want to reduce weight, they keep checking their weight, and when the weighing machine shows that they haven't reduced much, they kick the weighing machine. അയ്യോ, ആ പാവം തെർമോമീറ്റർ അതിന്റെ ജോലി ചെയ്തതേ ഉള്ളൂ. അത് നമ്മളെ കുഴപ്പത്തിലാണെന്ന് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. So the thermometer was just doing its job. It was showing that there's something wrong with us. പക്ഷെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ന്യായപ്രമാണം ദൈവം തരുന്നു. പക്ഷെ അതിന്റെ മേളില് ദൈവം വെച്ചിരിക്കുന്നത് കൃപാസനം. So my dear beloved brothers and sisters, we need to understand one thing. God has given his law and his commandments, but over and above it is the mercy seat which is kept. ദൈവം അവന്റെ കൃപ കാണിച്ച് നമ്മളെ അവന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. God shows his mercy upon us and causes us to walk in his commandments. അത് മാത്രമല്ല, എന്റെ ജീവിതത്തില് ഈ ഒരു സത്യം അറിഞ്ഞപ്പോൾ എന്റെ ജീവിതത്തിൽ വന്നത്, പലപ്പോഴും ഞാന് ഇങ്ങനെയാണ് ബൈബിളിൽ പറയുന്നത്, ഇങ്ങനെയാണ് നിയമത്തിൽ എന്ന് ഞാൻ പറയും. അതിൽ തെറ്റുണ്ടോ? ഇല്ല. പക്ഷെ തെറ്റെന്താണെന്നറിയാമോ? അത് മാത്രം പറയുമ്പോഴാണ് അതിന്റെ മേളിൽ കരുണയോടെ വേണം. കരുണയെ പൊതിഞ്ഞിട്ടാണ് ഈ നിയമം വരേണ്ടത്. അല്ലെങ്കിൽ അത് ദൈവത്തിന്റെ വഴിയല്ല. So many times what I used to do was, when I look at the law, I would tell us, see, this is what God says, this is what the commandment says. Is there anything wrong in that? No, but there was something wrong. Every law of God has to be covered with mercy. That is how he did in the most holy place, and we need to do that. നമ്മളെയൊക്കെ ഒരുമാതിരി ആക്കാൻ വേണ്ടിയല്ല ദൈവം ന്യായപ്രമാണം തന്നിരിക്കുന്നത്. God did not give his law to put us down. നമ്മളെ സഹായിക്കാൻ വേണ്ടിയാണ് അവൻ തന്നത്. He gave his law to help us out. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം പലർക്കും ഈ ദൈവത്തോട് ദേഷ്യം എന്ന് വെച്ചാൽ, ഓ ഇതെന്താണ് ഇവിടെ ഒരു ശ്വാസം മുട്ടലാണല്ലോ, ഇത് ദൈവം അത് ചെയ്യണ്ട. അതുകൊണ്ട് പലർക്കും ദൈവത്തെ പറ്റി ഒരു വല്ലാത്ത
ഇതെന്താണ് ഈ ദൈവം ഒരു വല്ലാത്ത ഒരു വ്യക്തിയാണ് എന്നൊരു വല്ലാത്ത ഇമേജ് ആണ് പലർക്കും ദൈവത്തെ കുറിച്ച്. So because many people don't understand this aspect, they look at the law and say, oh, this is too suffocating, I can't bear it. And what is this? God is saying, do this, don't do this. What is this? And because they fail to see the mercy of God, they have a wrong understanding of God himself. ഞാനിപ്പം പഴയ നിയമത്തിൽ നിന്നാണ് നിങ്ങളോട് പല കാര്യം പറയുന്നത്. My dear brothers and sisters, I am telling you all these things from the Old Testament. ഇസ്രായേൽ മക്കൾ പാപം ചെയ്തു. The Israelites sinned. ന്യായപ്രമാണത്തിൽ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടും അവര് വേറെ വഴിയിൽ പോയി. When the law had clearly stated what to do and what not to do, they went astray from his commandments. അങ്ങനെ വരുമ്പോൾ ദൈവത്തിന് എന്തുവായിരുന്നു ചെയ്യേണ്ടത്? ദൈവം എന്തുവായിരുന്നു ചെയ്യേണ്ടത്? ഇവരെ അങ്ങ് ഉന്മൂലനാശം ചെയ്യണമായിരുന്നു. So what should God have done when they went astray? God should have wiped them out. പക്ഷെ ദൈവം അങ്ങനെ ചെയ്തില്ല. But God did not do that. അവൻ ഉടമ്പടി ചെയ്തു. അവൻ ആ ഉടമ്പടിക്ക് വിശ്വസ്തനായിരുന്നു. He had made a covenant with them and he was faithful to his covenant. അവൻ കരുണ കാണിച്ചു. He showed mercy to them. അത് മാത്രമല്ല, ഈ ഇസ്രായേൽ മക്കൾ ദൈവത്തിന്റെ കൂടെ നടക്കാഞ്ഞപ്പോ ദൈവം പലപ്പോഴും ചെയ്തുകൊണ്ടിരുന്ന ദൈവം പ്രവാചകന്മാരെ വിടും. ചെന്ന് പറ, അവരോട് ചെന്ന് പറ, അവര് ചെയ്യുന്ന പാപമാണ്, അവരോട് ചെന്ന് പറ എന്നിലേക്ക് തിരികെ വരാൻ. And not only that, many times when Israel sinned, God sent prophets to them. God told these prophets, go and tell them their sin and tell them to return to me. ഈ പ്രവാചകന്മാര് പല ചിത്രങ്ങൾ ഉപയോഗിക്കും. അവരുടെ ജീവിതങ്ങളിൽ തന്നെ ചില കാര്യങ്ങൾ നടക്കും. അതിൽ കൂടിയൊക്കെ പ്രവാചകന്മാരെ പ്രസംഗിക്കും, പ്രാർത്ഥിക്കും. പല രീതിയില് ഈ പ്രവാചകന്മാരെ ഇസ്രായേൽ മക്കളോട് പറയും, നിങ്ങൾ മാനസാന്തരപ്പെട്, നിങ്ങൾ ദൈവത്തിലേക്ക് തിരികെ വാ, ദൈവം നിങ്ങളെ കരുണ കാണിക്കും, ദൈവം നിങ്ങളോട് ക്ഷമിക്കും. And these prophets, they tried to convey God's message to the Israelites through various ways, through pictures, through lives, through their own lives, through allegories and metaphors. And they said, you repent from your sins and turn back to this God. എന്റെ മക്കളെ ഇച്ചിരൂടെ കുഞ്ഞായിരുന്നപ്പോൾ, when my children were small, മാത്രമല്ല ഇപ്പോഴും വല്ലപ്പോഴും ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. And not just when they were small, even now sometimes I do this. അവര് എന്തെങ്കിലും ഇപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞു എന്നിട്ടും അവരത് ചെയ്യുന്നില്ല എങ്കിൽ, so suppose I had told them to do something but they disobeyed, അപ്പൊ എനിക്ക് ദേഷ്യം വരും. I feel angry about it. പക്ഷെ എനിക്ക് ദേഷ്യം വരുന്നെങ്കിൽ എനിക്ക് ഉടനെ അവരുടെ ദേഷ്യപ്പെടണമെന്നില്ല. But I don't want to express that anger towards them immediately. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? എന്റെ ഭാര്യയോട് പറയും, അവരോട് ചെന്ന് പറ, പാപ്പ ദേഷ്യപ്പെട്ടിരിക്കുകയാണ്, ഇത് ചെയ്യുന്നത് ശരിയല്ല, ഇതിൽ നിന്ന് ശരിയാകണം. So I tell my wife, please go and tell those children that Papa is angry with them and what they did was not right. ഞാൻ ചെയ്യുന്നത് എന്തുവായിരുന്നു? ഈ ദൈവം ചെയ്ത പോലെ, അതായത് എനിക്ക് കരുണയുണ്ടായതുകൊണ്ടാണ്, അല്ല എനിക്ക് നേരിട്ടങ്ങ് വഴക്ക് പറയായിരുന്നു. പക്ഷെ എനിക്ക് വഴക്ക് പറയണമെന്നില്ല, അവര് വഴി വരണമെന്നാണ്. അതുകൊണ്ട് ഞാൻ പ്രവാചകന്മാരെ വിടുകയാണ്. അവരോട് ചെന്ന ഇനി അങ്ങനെങ്കിലും മാനസാന്തരപ്പെട്ടല്ലോ, അങ്ങനെങ്കിലും അവര് ആ കാര്യത്തിൽ നിന്ന് തിരിഞ്ഞല്ലോ. So I was doing what God usually does. I didn't want to directly express my anger towards them, but I was sending a prophet, my wife, to tell them, see what you did actually was not right and it angered your dad. So please turn back and return to him. ദൈവം യെരമ്യാവിൽ കൂടി യൂദയുടെ യെരുശലേമിലെ ആൾക്കാരോട് എന്തായിരുന്നു പറഞ്ഞതെന്നറിയാമോ? Do you know what God spoke to Jerusalem and Judah through his prophet Jeremiah? ദൈവം പറഞ്ഞു, ഇസ്രായേലേ, ഞാൻ നിന്നുമായിട്ട് ഉടമ്പടി ചെയ്തു, പക്ഷെങ്കിൽ ഒരു ഭാര്യ തന്റെ ഭർത്താവിനെ വിട്ട് മറ്റ് പുരുഷന്മാരോട് പരസംഗം ചെയ്യുന്നത് പോലെ നിങ്ങളും എന്നെ വിട്ടിട്ട് മറ്റ് ദൈവങ്ങളെ ആരാധിക്കുന്നു. So God gave this message to Jeremiah to speak to Israel. Israel, you are like my wife, but like a wife who leaves her husband and commits adultery with many other people. You have done exactly like that with me. എന്നാൽ നീ പലരോട് പരസംഗം ചെയ്തെങ്കിലും നീ തിരികെ വരുവാണെങ്കിൽ ഞാൻ നിന്നെ സ്വീകരിക്കാം. And you have played the harlot with many lovers, yet return to me. And if you return to me, I will receive you, I will accept you. എന്നെ കേൾക്കുന്ന
വിവാഹിതരായിട്ടുള്ള പുരുഷന്മാരെ, എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഇങ്ങനെ ഒരിക്കലും നടക്കരുത്, പക്ഷെ അഥവാ നിങ്ങളുടെ ഭാര്യ അല്ലെ വേറെ ഒരാളുടെ ഭാര്യ, ആ സ്ത്രീ അവരുടെ ഭർത്താവിനെ വിട്ടിട്ട് ആ ഭർത്താവ് കാണുക മറ്റു പുരുഷന്മാരുടെ കൂടെ പോവുക, അടുത്ത ദിവസം തിരിച്ചു വരിക, അങ്ങനെ പലരുടെ കൂടെ ബന്ധങ്ങൾ സ്ഥാപിക്കുവാണെങ്കിൽ പിന്നെ അവർക്ക് തോന്നുമ്പോ തിരിച്ചു വരാനായിട്ട് നിങ്ങൾ സമ്മതിക്കുമോ? I would like to ask one question to all the married men. Would you like it and would you agree to it if your wife goes to many lovers, plays the harlot with them, and then comes back to you whenever she wants and does whatever she likes? Would you allow it? Would you agree to it? പക്ഷേ യഹോവ ആയ ദൈവം ഇസ്രായേലിനോട് പറയുന്നു, നീ തിരികെ വാ, നീ തിരികെ വരുവാണെങ്കിൽ ഞാൻ നിന്നെ സ്വീകരിക്കാം. But Jehovah, the God of Israel, is telling to Israel, you return to me and I will accept you. ദൈവം ഹോശേയയോട് പറഞ്ഞു, God told Hosea, നീ പോയി ഒരു വേശ്യ സ്ത്രീയെ ചെന്ന് കല്യാണം കഴിക്കുക. go and marry a prostitute lady. അപ്പം കല്യാണത്തിന് മുമ്പ് വരെ വേശ്യയായിരുന്നു, അങ്ങനല്ല, കല്യാണം കഴിഞ്ഞും പുള്ളിക്കാരി ആ ടൈപ്പ് ആയിരിക്കും. So that doesn't mean that she was a prostitute before her marriage. There's going to be every possibility that she would be going back to her lifestyle even after her marriage. അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. And it happened exactly like that in Hosea's life. ഈ പ്രവാചകന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഈ ഗോമർ എന്ന് പറയുന്ന ആ സ്ത്രീയെ മറ്റ് പുരുഷന്മാരുടെ പുറകെ പോന്നു. And after Hosea married Gomer, she went after many other men. ഹോശേയ 3-ാം അധ്യായം അത് വളരെ ചെറിയ ഒരു അധ്യായം, എന്നാ ഭയങ്കര ഒരു അധ്യായമാണ്. Hosea chapter 3. It's a small chapter, but it is an amazing chapter. അത് ഒന്ന് വായിച്ചാട്ടെ. Let's read Hosea chapter 3. ദൈവത്തിന്റെ കരുണ കാണിക്കുന്ന ഒരു കാര്യമാണ്. It shows the mercy, it displays the mercy of God. Hosea chapter 3 verses 1 and 2. And the Lord, let's read it in Malayalam. അനന്തരം യഹോവ എന്നോട്, ഇസ്രായേൽ മക്കൾ അന്യദേവന്മാരോട് ചേർന്ന് മുന്തിരിയിടകളിൽ ഇഷ്ടപ്പെട്ടിട്ടും യഹോവ അവരെ സ്നേഹിക്കുന്നത് പോലെ നീ ഇനിയും ചെന്ന് ഒരു ജാരനാൽ സ്നേഹിക്കപ്പെട്ട വ്യഭിചാരിണിയായിരിക്കുന്ന സ്ത്രീയെ സ്നേഹിച്ചു കൊണ്ടിരിക്കുക എന്ന് കൽപ്പിച്ചു. നീ ഇനിയും ചെന്ന് അവളെ സ്നേഹിക്കുക എന്ന് യഹോവ പറയുന്നത് യഹോവ അങ്ങനത്തെ ഒരാളായതുകൊണ്ടാണ്. Why did God tell Hosea to do like this? Because he himself is a God like that. പ്രിയമുള്ളവരെ, നിങ്ങൾ യഹോവയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു വല്ലാതെ മോക്രിച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ ചിന്തിക്കരുത്. My dear beloved brothers and sisters, when you think of God or Jehovah, please don't think of him as an angry sulking God. എപ്പോഴും മോഹം വീർപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ യഹോവയെ കാണരുത്. Please don't think of him as a God who is always sulking. ഈ സ്ത്രീയെ, ആ ഗോമേർ ഇങ്ങനെ വേശ്യയായിട്ട് പോയി, പക്ഷെ ഒരു സമയം വന്നപ്പം പുള്ളിക്കാരിയുടെ കൈ പണമില്ലായിരുന്നു. പുള്ളിക്കാരി അതുകൊണ്ട് സ്വയം അടിമയായിട്ട് വിറ്റു, അങ്ങനെ അടിമത്വത്തിലായി. This woman Gomer, she went after many lovers, and there came a time in her life when she had no money. So, you know what she did? She sold herself as a slave to others. യഹോവ ഹോശേയോട് പറഞ്ഞു, നീ പോയി അവളെ അടിമത്വത്തിൽ നിന്ന് വീണ്ടെടുക്കുക, നീ പണം കൊടുത്ത് അവളെ വീണ്ടും മേടിക്കുക. And then God told Hosea, go and redeem her, give money and buy her back. പ്രിയമുള്ളവരെ, ഇന്ന് എന്നെ കേൾക്കുന്ന ചിലരെങ്കിലും ഇന്ന് പാപത്തിന്റെ അടിമത്വത്തിലെ നിങ്ങളെ വീണ്ടും നിങ്ങളുടെ കുഴപ്പം കൊണ്ട് നിങ്ങളെ ചെന്ന് പെട്ടുകാണും. പക്ഷെ ദൈവം നിങ്ങളോട് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളെ തിരികെ കൊണ്ടുവരാനായിട്ട് വരികയാണ്. My dear beloved brothers and sisters, maybe some of you might be in a mess because of your own sins, but don't be afraid. God is telling you that I want to redeem you, I want to bring you back. നമ്മൾ വിചാരിക്കുന്നത് ആരെങ്കിലും എന്തെങ്കിലും കുഴപ്പം കാണിച്ചാൽ ദൈവം ഉടനെ അവരെ എന്ന് ദൈവം അവരെ അങ്ങ് കൊല്ലുമെന്ന്.
And some of us think that if anybody commits a sin, that immediately, God kills him. നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളെ കാണിച്ചോളട്ടെ. Now, let me show you something very shocking. 2 ദിനവൃത്താന്തം 33-ാം അധ്യായം. 2 Chronicles chapter 33. അവിടെ മനശ്ശെ എന്ന് പറയുന്ന ഒരു രാജാവിനെ കുറിച്ച് നമ്മൾ കാണുന്നു. It mentions about a king named Manasseh. ഇതിന്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ നമ്മൾ ഞെട്ടിപ്പോകും. And if we read verses 1 to 13, we would be shocked. അത് പെട്ടെന്നൊന്ന് വായിക്കുവാൻ വേണ്ടി ഞാൻ ശാന്തിയോട് അപേക്ഷിക്കുന്നു. Let's read it quickly in Malayalam. മനശ്ശെ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 12 വയസ്സായിരുന്നു. അവൻ 55 സംവത്സരം യെരൂശലേമിൽ വാണു. യഹോവ ഇസ്രായേൽ മക്കളുടെ മുൻപിൽ നിന്ന് നീക്കിക്കളഞ്ഞ ജാതികളുടെ മ്ലേച്ഛതകളെ പോലെ അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. അവൻ തന്റെ അപ്പനായ യെഹെസ്കേൽ ഇടിച്ചു കളഞ്ഞിരുന്ന പൂജാഗിരികളെ വീണ്ടും പണിതു. ബാൽ വിഗ്രഹങ്ങൾക്ക് ബലിപീഠങ്ങളെ തീർത്തു. അശേരാ പ്രതിഷ്ഠകളും ഉണ്ടാക്കി. ആകാശത്തിലെ സർവ്വ സൈന്യത്തെയും നമസ്കരിച്ച് സേവിച്ചു. യെരൂശലേമിൽ എന്റെ നാമം ഇരിക്കുമെന്ന് യഹോവ അരുളി ചെയ്ത യഹോവയുടെ ആലയത്തിൽ അവൻ ബലിപീഠങ്ങൾ പണിതു. യഹോവയുടെ ആലയത്തിന്റെ പ്രാകാരം 2-ലും അവൻ ആകാശത്തിലെ സൈന്യത്തിന് ബലിപീഠങ്ങൾ പണിഞ്ഞു. അവൻ തന്റെ പുത്രന്മാരെ ബെൻ ഹിന്നോം താഴ്വരയിൽ അഗ്നിപ്രവേശം ചെയ്യിപ്പിച്ചു. മുഹൂർത്തം നോക്കി ആഭിചാരങ്ങളും ക്ഷുദ്രങ്ങളും പ്രയോഗിച്ചു. വെളിച്ചപ്പാടന്മാരെയും ലക്ഷണം പറയുന്നവരെയും നിയമിച്ചു. യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് പലതും ചെയ്ത് അവനെ കോപിപ്പിച്ചു. താൻ ഉണ്ടാക്കിയ വിഗ്രഹപ്രതിമയെ അവൻ ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചു. ഈ ആലയത്തെക്കുറിച്ചോ ഈ ആലയത്തിലും ഞാൻ എല്ലാ ഇസ്രായേൽ ഗോത്രങ്ങളിലും നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന യെരൂശലേമിലും ഞാൻ എന്റെ നാമം എന്നേക്കും സ്ഥാപിക്കും എന്നും ഞാൻ മോശെ മുഖാന്തരം ഇസ്രായേലിനോട് കൽപ്പിച്ച സകല ന്യായപ്രമാണത്തെയും ചട്ടങ്ങളെയും ന്യായങ്ങളെയും അനുസരിച്ച് നടപ്പാൻ അവർ സൂക്ഷിക്കുമെങ്കിൽ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്കായി നിശ്ചയിച്ച ദേശത്തിൽ നിന്നും അവരുടെ കാൽ ഞാൻ ഇനിയും നീക്കിക്കളയുകയില്ല എന്ന് ദൈവം ദാവീദിനോടും അവന്റെ മകനായ ശലോമോനോടും അരുളി ചെയ്തിരുന്നു. അങ്ങനെ മനശ്ശെ യഹോവ ഇസ്രായേൽ പുത്രന്മാരുടെ മുൻപിൽ നിന്ന് നശിപ്പിച്ച ജാതികൾ ചെയ്തതിലും അധികം വഷളത്വം പ്രവർത്തിപ്പാൻ തക്കവണ്ണം യഹൂദയെയും യെരൂശലേം നിവാസികളെയും തെറ്റുമാറാക്കി. യഹോവ മനശ്ശെയോടും അവന്റെ ജനത്തോടും സംസാരിച്ചു, എങ്കിലും അവർ ശ്രദ്ധിച്ചില്ല. മതി. ഈ മനശ്ശെ എന്തുവായിരുന്നു ചെയ്യുന്നോണ്ടിരുന്നത്? What all shocking evil things Manasseh did. 1-2 കുഴപ്പം ചെയ്തു തെന്നിപ്പോയി എന്നൊന്നുമല്ല. അദ്ദേഹം ചെയ്തത് മഹാ നീചമായിട്ടുള്ള കാര്യമാണ്. It was not just that he slipped once or twice. No, what he did was absolutely shocking and wretched. അദ്ദേഹം ഒരു രാജാവായിരുന്നെന്ന് നമ്മൾ മനസ്സിലാക്കണം. We need to understand that he was the king. അദ്ദേഹം ഒരു കുഴപ്പം ചെയ്തു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ കീഴിലുള്ളവരെ കൊണ്ടും ഈ കുഴപ്പങ്ങൾ ചെയ്യിച്ചു. എന്തൊക്കെ പാപങ്ങൾ അദ്ദേഹത്തിന്റെ തലയിൽ വലിച്ചു വെച്ചു. And not only did he do evil, he also led all his subjects into doing evil. അദ്ദേഹം യഹോവയ്ക്ക് അനിഷ്ടമായതുള്ളത് ചെയ്തെന്ന് മാത്രമല്ല, മ്ലേച്ഛമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു എന്ന് ഇവിടെ പറയുന്നു. And not only did he do things that were evil before God, it's written here that he did what was filthy, abominable before God. നിങ്ങൾ ഒരു വിഗ്രഹങ്ങളും ആരാധിക്കരുതെന്ന് പറഞ്ഞപ്പോൾ ശലോമോൻ ഉണ്ടാക്കിയ ആ ദേവാലയത്തിന് അകത്ത് കൊണ്ടുവന്ന് അദ്ദേഹം പ്രതിമ ഉണ്ടാക്കി വെച്ചു. And when God had told the Israelites not to make any graven images of God, Manasseh went a few steps further and he brought graven images into the very temple that Solomon built for God. ആ വിചാരം ആരെങ്കിലും ചെയ്താൽ അവരെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്ന ന്യായപ്രമാണത്തിൽ പറഞ്ഞിരുന്നപ്പോൾ ഇവിടെ ഈ രാജാവ് അങ്ങനെയെല്ലാം ചെയ്തു. And when God had spoken in his law that those who do fortune telling and do sorcery and deal with mediums, such people should be stoned to death. And when such a law was standing, Manasseh did exactly that.
പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള ആളിനെ എന്തോ ചെയ്യണം? And what should we do with such a person like this? ഇങ്ങനെയുള്ള ആളിനെ യഹോവ എന്തോ ചെയ്യണം? What should God do with such a person like this? നമുക്ക് നോക്കാം. Let's look into this. 11, 12, 13 വാക്യങ്ങൾ. Verses 11, 12 and 13 of chapter 33. Let's read in Malayalam. ആകയാൽ യഹോവ അശ്ശൂർ രാജാവിന്റെ സേനാധിപതിമാരെ അവരുടെ നേരെ വരുത്തി. അവർ മനശ്ശയെ കൊളുത്തുകളാൽ പിടിച്ച് ചങ്ങലയിട്ട് ബാബേലിലേക്ക് കൊണ്ടുപോയി. കഷ്ടത്തിലായപ്പോൾ അവൻ തന്റെ ദൈവമായ യഹോവയോട് അപേക്ഷിച്ചു. തന്റെ പിതാക്കന്മാരുടെ ദൈവത്തിന്റെ മുൻപിൽ തന്നെത്താൻ ഏറ്റവും താഴ്ത്തി അവനോട് പ്രാർത്ഥിച്ചു. അവൻ അവന്റെ പ്രാർത്ഥന കൈക്കൊണ്ട് അവന്റെ യാചന കേട്ട് അവനെ വീണ്ടും യെരൂശലേമിൽ അവന്റെ രാജത്വത്തിന് തിരിച്ചു വരുത്തി. യഹോവ തന്നെ ദൈവം എന്ന മനുഷ്യക്ക് ബോധ്യമായി. പ്രിയമുള്ളവരെ, ഇതാണ് കരുണ. My dear beloved brothers and sisters, This is the definition of mercy. ഇതാണ് കരുണയുടെ നിർവചനം. പരിശുദ്ധനായ ദൈവം ഇത്രയും മ്ലേച്ഛത ചെയ്ത ഒരു മനുഷ്യന് അവൻ ആ കർത്താവിനോട് ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ദൈവം അവനെ ഉത്തരം നൽകി. A person who did such abominations before God, provoking him to anger, and when such a person cried out to the Lord, God showed mercy upon him. പ്രിയമുള്ളവരെ, ഇതുപോലത്തെ ഒരു രാജാവായിരുന്നു ആഹാബ് രാജാവ്. ഞാൻ അവിടേക്ക് പോകുന്നില്ല. അദ്ദേഹം ചെയ്യാത്ത മ്ലേച്ഛത ഇല്ല. പക്ഷേ അദ്ദേഹവും അവസാനം പുള്ളിയുടെ ജീവിതത്തിൽ കരുണ ചോദിച്ചപ്പോ ദൈവം അവിടെ കരുണ കാണിക്കുന്നതായിട്ട് കാണുന്നു. And King Ahab did something very similar to what Manasseh did. And even when he did so many abominations before God, at the end of this life, when he repented and called upon God, God answered him and showed mercy to him. ദൈവം ഇസ്രായേൽ മക്കളോട് മാത്രമല്ലായിരുന്നു കരുണ കാണിക്കുന്നത്. ഇസ്രായേൽ മക്കളുടെ ശത്രുക്കളായ നിനവയോട് ദൈവം കരുണ കാണിക്കുന്നത് നമുക്കറിയാം. അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി യോനയെ അവരുടെ അടുക്കിലോട്ട് വിടുന്ന ഒരു ദൈവമാണ് യഹോവ. Israelites were not the only people who were shown mercy by God. God showed mercy to Ninevites, who were Israel's enemy, and God sent a prophet to them so that he could show mercy to them. പ്രിയമുള്ളവരെ, കാലത്തിന്റെ സമ്പൂർണതയായപ്പോൾ ഈ കരുണ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു മനുഷ്യനായിട്ട്. My beloved brothers and sisters, in the fulfillment of time, this mercy came forth into this earth. ഈ കരുണ നമ്മളുടെ ഇടയിൽ, മനുഷ്യരുടെ ഇടയിൽ വന്ന് വസിച്ചു. This mercy came and lived amongst us, humanity. കൊള്ളരുതാത്ത എന്ന് പറയുന്ന ആൾക്കാരെയും അഥവാ അവര് അവന്റെ അടുക്കിലേക്ക് വന്നെങ്കിൽ അവൻ സ്വീകരിച്ചു. Those who were outcasts in the society, when they came to Jesus, he received them. എല്ലാം മുടിച്ച് ഒരു മോന് തിരികെ അപ്പന്റെ അടുക്കലേക്ക് വരുമ്പോൾ ആ അപ്പന് എവിടെയായിരുന്നു ഇതുവരെ എന്ന് ചോദിച്ചില്ല. അവനെ ചെന്ന് കെട്ടിപ്പിടിക്കുന്ന ഒരു വ്യക്തിയാണ് എന്റെ പിതാവ് എന്ന് പ്രഖ്യാപിച്ച ഒരാളാണ് യേശു ക്രിസ്തു. And when the son squandered all his father's wealth and returned to the father came and embraced him with all his love. And our Jesus, he demonstrated, he told this parable to demonstrate that my father is a merciful father like him. പ്രിയമുള്ളവരെ, ഈ ക്രൂശിലാണ് നമ്മൾ ഈ കരുണയുടെ ഏറ്റവും വലിയ ആ ഒരു പ്രകടനം കാണുന്നത്. My dear brothers and sisters, the cross is the place where we see the ultimate of God's mercy. നിങ്ങളും നമ്മളും പാപം ചെയ്തു. പക്ഷേ നമ്മളുടെ പാപം, അകൃത്യം, ലംഘനം അതെല്ലാം അവന്റെ മേലിലെടുത്തു. All of us sinned, but he took all our sins, our transgressions, our iniquities on himself. പ്രിയമുള്ളവരെ, ഈ ദൈവം അവിടെ നമ്മളെ ക്ഷമിച്ചെന്ന് മാത്രമല്ല, 1 യോഹന്നാൻ 1:9 പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുകയും നിങ്ങളെ കഴുകുവാനും മതിയായവനാണ്.
And not only did he forgive us on the cross, even today, God says, even today, if we confess our sins, he is faithful and just to forgive us of our sins and cleanse us of all unrighteousness. പ്രിയമുള്ളവരെ, ഈ ദൈവം എത്ര പ്രാവശ്യം ക്ഷമിക്കും? And what do you think? How many times does God forgive? എത്ര പ്രാവശ്യം ക്ഷമിക്കും? How many times would God forgive? 1, 2, 5, 7, 1, 2, 5, 7, 50, 100. 50 times, 100 times? പത്രോസിനോട് ദൈവം പറഞ്ഞു 70 വട്ടം നീ ക്ഷമിക്കണമെന്ന്. Jesus told Peter, you should forgive 7 times 70. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. ചിലരിപ്പോ എന്നോട് പറയും, ബ്രദറെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്, ചർച്ചിലെ ആൾക്കാരെ ഓൾറെഡി കുറച്ച് അവരിനി അങ്ങ് കൈവിട്ട് പോകുമോ? And when you hear this, some of you may come and tell me, oh brother, this is too much. If we keep on forgiving, then they will just go out of our control. അത് മാത്രമല്ല, ദൈവം ഇങ്ങനെ ക്ഷമിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ പിന്നെ ആൾക്കാര് ദൈവത്തെ അങ്ങ് ഇംഗ്ലീഷ് പറഞ്ഞ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എടുത്തേലോ. And not only that, if God keeps forgiving people, won't people take him for granted? പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ കരുണ ലഭിക്കുന്നവർക്ക് വീണ്ടും വീണ്ടും കുഴപ്പം കാണിക്കാൻ പെട്ടെന്ന് തോന്നത്തില്ല കേട്ടോ. My dear beloved brothers and sisters, a person who has really tasted of the mercy of God would not want to sin again and again. ഇനിയിപ്പോ അവരേതെങ്കിലും വിധത്തിൽ പിന്നെയും അങ്ങ് തെന്നിപ്പോയെങ്കിൽ ദൈവത്തിന്റെ കരുണ അവരെ മാടി വിളിക്കുന്നു. And just in case their feet slips or they go astray, God's mercy keeps calling them back to him. ദൈവം കരുണ കാണിക്കാൻ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. God is a God who loves to show mercy. മീഖ 7:18 ഇങ്ങനെ പറയുന്നു. Micah 7:18 says, let's read it in Malayalam. അകൃത്യം ക്ഷമിക്കുകയും തന്റെ അവകാശത്തിൽ ശേഷിപ്പുള്ളവരോട് അതിക്രമം മോചിക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായ ദൈവം ആരുള്ളൂ? അവൻ എന്നേക്കും കോപം വെച്ചുകൊള്ളുന്നില്ല, ദയയിലല്ലോ അവന് പ്രസാദമുള്ളത്. ദയയിലല്ലോ അവന് പ്രസാദം. ദയയിലല്ലോ അവന് പ്രസാദം. അവൻ ദയ കാണിക്കുന്നതിലാണ് അവന് സന്തോഷം. He is glad to show mercy. അവൻ എന്നേക്കും കോപം വെച്ചുകൊണ്ടിരിക്കത്തില്ല പ്രിയമുള്ളവരെ. He does not retain his anger forever. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിലാപ ഗീതങ്ങളിനകത്ത് അവൻ പറയുന്നു 3:33 അവൻ പറയുന്നു, മനസ്സോടെ അല്ലല്ലോ അവൻ മനുഷ്യപുത്രന്മാരെ ദുഃഖിപ്പിക്കുന്നത്. Lamentations 3:33 says, for he does not willingly afflict or grieve the children of men. യെരമ്യാവ് 44:22 അവൻ പറയുന്നു, യഹോവയ്ക്ക് സഹിക്കാൻ വയ്യാതെ വരുമ്പോഴേ അവന് ആൾക്കാരെ പണിഷ് ചെയ്യത്തുള്ളൂ, അല്ലെ ശിക്ഷിക്കത്തുള്ളൂ. Jeremiah 44:22 says that the Lord could no longer bear your evil deeds and the abominations that you committed, and that is the level to which God waits, and only then does he punish. ഈ യഹോവയ്ക്ക് സഹിക്കാൻ വയ്യാന്ന് പറയുമ്പോൾ അതിന് ഒത്തിരി മാർജിൻ ഉണ്ട് കേട്ടോ. നമുക്കൊക്കെ ഒന്ന് രണ്ടാമത്തേന് സഹിക്കാൻ വയ്യാന്ന് നമ്മൾ പറയും. പക്ഷേ യഹോവ ഇസ്രായേലിന്റെ ചരിത്രം നോക്കിയാൽ, യൂദയുടെ ചരിത്രം നോക്കിയാൽ വർഷങ്ങൾ പറഞ്ഞ് അവസാനമാണ് അശൂറിനെ ഇസ്രായേലിനെതിരെയും ബാബിലോണിനെ യൂദയുടെ എതിരെയും കൊണ്ടുവന്നത്. So when we look at the tolerance level and long suffering and patience of God, it is much higher than compared to our tolerance and patience and long suffering. When we look at the background of Judah and Israel, God waited for several years. God spoke to them again and again, and after waiting for several years did he allow Babylon and Syria to come and attack them. ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. I'm going to finish soon. ഒരു വണ്ടർഫുൾ മാത്തമാറ്റിക്സിന്റെ കാര്യം പറയട്ടെ. Let me tell you something, a wonderful fact in mathematics. അതായത് ദൈവത്തെ കുറിച്ചാണ്. അതായത് ദൈവം പരിശുദ്ധനാണെന്ന് നമുക്കറിയാം. We know God is a holy God.
അതുകൊണ്ട് പാപത്തെ അവൻ ശിക്ഷിക്കുമെന്ന് നമുക്കറിയാം. And we know that he punishes iniquity and sin. എന്നാൽ അവൻ കരുണ കാണിക്കുന്നു നമുക്കറിയാം. And we also know that he shows mercy as well. അപ്പൊ നമ്മൾ പറയുന്നത് ഇത് രണ്ടും ഉണ്ട്. അവൻ ശിക്ഷിക്കുകയും ചെയ്യും, അവൻ കരുണയും കാണിക്കും. So we know that both these things take place together. He is a God who punishes iniquity. He is a God who shows mercy. എന്നാൽ പുറപ്പാട് 20 But let's look at Exodus 20. പുറപ്പാട് 20 6-7 വാക്യം ഒന്ന് വായിച്ചാട്ടെ. Let's read Exodus 20 verse 6 and 7. സോറി 5-6 വാക്യങ്ങൾ. Okay, Exodus 20 verses 5 and 6. Yes. It's in Malayalam. അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. നിന്റെ ദൈവമായ യഹോവയായ ഞാൻ തീക്ഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കും. അപ്പം യഹോവയെ ആരാധിക്കാതെ വിഗ്രഹങ്ങളെ ആരാധിച്ചാൽ എന്തോ സംഭവിക്കും? So what's going to happen when we don't worship God but we worship graven images? 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ എന്തോ ചെയ്യും? ദൈവത്തിന്റെ കോപം അവിടെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 3rd and 4th generation. So what will happen to the 3rd and 4th generation? God will visit them with his anger over the 3rd and 4th generation. ഇത് കഴിഞ്ഞിട്ടൊന്ന് വായിച്ചേ. Now what's said after this verse? Verse 6 says, 6-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, എന്നെ സ്നേഹിച്ച എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നു. അപ്പൊ കുഴപ്പം കാണിച്ചാൽ 3-4 തലമുറ വരെ കുഴപ്പം വരും. നന്മ കാണിച്ചാൽ 3-4 തലമുറ വരെയല്ലേ വരേണ്ടുള്ളൂ. 1:1 അല്ലേ വരേണ്ടത്. So this seems disproportionate in the sense he will visit the iniquity of the fathers to 3rd and 4th generation. So if in that case the obedience of the father should also be visited to the 3rd and 4th generation by God. പക്ഷേ ഇവിടെ പറയുന്ന 1000 തലമുറ. But it's mentioned here he would bless them to 1000 generation. ഒരു ചെറിയ തമാശ രീതിയിൽ ഒരു ദേവദാസൻ ഇങ്ങനെ പറഞ്ഞു, God is around 300 times more gracious than vindictive. ഒരു ദേവദാസൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ദൈവം പക വീട്ടുന്നതിനേക്കാളും 300 മടങ്ങ് കൂടുതൽ കൃപ കാണിക്കുന്ന ദൈവമാണ് എന്ന്. ഇനിയിപ്പോ അത് 300 മടങ്ങാന്നോ 200 മടങ്ങാന്നോ നമുക്ക് ഇത്രയും അറിയാം, പല മടങ്ങ് അവൻ കരുണയാണ് കൂടുതൽ കാണിക്കുന്നത്. Whether it's 200 times or 300 times, we can always say he is multiple times more merciful and gracious. പ്രിയമുള്ളവരെ, അവരെന്നേ 103-ാം സങ്കീർത്തനം പലർക്കും വളരെ ഇഷ്ടമുള്ള ഒരു സങ്കീർത്തനമാണ്. അവിടെ പറയുന്നു, അവൻ എന്നേക്കും അവന്റെ കരുണ വെച്ചുകൊണ്ട് അവന്റെ കോപം വെച്ചുകൊണ്ടിരിക്കത്തില്ല. Many of us love Psalm 103 and it's mentioned there that he would not keep his anger forever. അവൻ നമ്മുടെ പാപത്തിനൊത്തവണ്ണം 103:10 അവൻ നമ്മളുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മളോട് പകരം ചെയ്യുന്നതുമില്ല. Psalm 103 verse 10 says he does not deal with us according to our sins nor repay us according to our iniquities. നിങ്ങൾ എല്ലാവരും ഇരിക്കുന്നിടത്തു നിന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. Now wherever you are, in whichever place you are, can you all rise up from your seats? ദൈവം കരുണയുള്ള ദൈവമാണ് പ്രിയമുള്ളവരെ. My beloved brothers and sisters, God is a God of mercy. ഒരുപക്ഷേ നിങ്ങൾ ദൈവത്തിൽ നിന്ന് ഇച്ചിരി അകന്ന് നിൽക്കുമായിരിക്കും. നിങ്ങൾക്ക് ദൈവത്തിന്റെ അടുക്ക വരാനൊരു പേടി ആയിട്ടിരിക്കുമായിരിക്കും. Maybe you have gone away from the Lord and you are afraid to come near him. ഒരുപക്ഷേ നിങ്ങൾ ആ കുട്ടിയെ പോലെ ആയിരിക്കും, അയ്യോ എന്നെ പപ്പ ഒത്തിരി വഴക്ക് പറയും എന്ന് പറഞ്ഞിരിക്കുമ്പം ഈ അമ്മ ചെന്ന് പറയുന്നു, മോനെ വിഷമിക്കണ്ട, പപ്പ നല്ല പപ്പയാണ്, പപ്പ നിന്നെ വഴക്ക് പറയത്തില്ല, നീ ഒന്ന് അടുത്തോട്ട് പോ എന്ന് പറയുന്നത് പോലെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങള് പിതാവായ ദൈവത്തിന്റെ അടുക്കിലേക്ക് പോ, അവൻ കരുണയുള്ളവനാണ്. So maybe you are like that little child who is afraid of his dad's anger, but like a mother who would say to that child, don't worry son, your father loves you, please go to him. Like that mother, I would like to tell you, God is merciful, go to him. പക്ഷെങ്കിൽ അവന്റെ കരുണ ലഭിക്കണമെങ്കിൽ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും കേട്ടോ. But if you have to receive his mercy, you would have to do one thing.
സദൃശവാക്യം 28:13 ഇങ്ങനെ പറയുന്നു, ലംഘനത്തെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. Proverbs 28:13 says, whoever conceals his transgressions will not prosper. എന്നാൽ അതിനെ ആ ലംഘനത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. But he who confesses and forsakes them will obtain mercy. ഒരുപക്ഷെ ഇന്ന് നിങ്ങള് പാപത്തിന്റെ ചെളിക്കുഴിയില് വീണ് കിടക്കുമായിരിക്കും. Maybe you are deep into the mire of sin in your life. ഒരുപക്ഷെ വേറെ പലരും അറിയുന്നില്ലായിരിക്കും നിങ്ങൾ എത്രമാത്രം ആ ചെളിയിലാണെന്ന്. Maybe others are not knowing how deep you are in that mire of your sin. പക്ഷെ നിങ്ങൾക്കറിയാം നിങ്ങൾ ആ കുഴിക്കകത്താണെന്ന്. But you know that you are deep in that pit. നിങ്ങൾക്ക് പിതാവിന്റെ അടുക്ക വരണമെന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ ഉള്ളില് ഒരു സ്വരം വരുന്നു, പോകണ്ട. You may want to go to the Father, but some voice inside you keeps saying, no, 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 don't go. പ്രിയമുള്ളവരെ, ആ പോകണ്ട എന്ന് പറയുന്ന സ്വരം അത് പരിശുദ്ധാത്മാവിന്റെ സ്വരമല്ല, അത് സാത്താന്റെ സ്വരമാണ്. Let me remind you, dear brothers and sisters, that voice which keeps telling you don't go to the Father, that voice is not of the Holy Spirit but of Satan. സാത്താൻ നിങ്ങളോട് പറയുന്നു, ഇത്രയും പ്രാവശ്യം ദൈവം നിങ്ങളോട് പറഞ്ഞതല്ലേ, പിന്നെയും നിങ്ങൾ വീണില്ലേ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സെ പറ്റി ഓർക്ക്. And Satan may tell you, you have fallen so many times, now how can God forgive you? And if such thoughts come, remember King Manasseh. നിങ്ങൾ ദൈവത്തിന്റെ അടുക്കിലേക്ക് തിരികെ വാ പ്രിയമുള്ളവരെ. My beloved, you return to the Lord. പക്ഷെ നിങ്ങള് ലംഘനത്തെ ദൈവത്തിൽ നിന്ന് മറച്ചു വെക്കരുത്. But let me tell you one thing, don't conceal your transgressions before God. നിങ്ങൾ ന്യായീകരിക്കാൻ നോക്കണ്ട. Don't try to justify your sins. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ശുഭം വരികയില്ല. And if you do that, you will not prosper. എന്നാ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഏറ്റുപറയണം. But what should you do? You should confess your sins to എന്നിട്ട് God ഉപേക്ഷിക്കണം. and forsake them. ദൈവം നിങ്ങളെ സഹായിക്കും ഉപേക്ഷിക്കുവാനായിട്ട്. And God will help you to forsake your sins. ദൈവം മാത്രമല്ല, സഭയിലുള്ളവര് നിങ്ങളെ സഹായിക്കും. And not only God, the people in the church would help you to forsake your നിങ്ങളുടെ sins. സെൽ ഗ്രൂപ്പിലെ ലീഡറോ അല്ലെ വേറെ മെന്ററോ അങ്ങനത്തെ ആൾക്കാരോട് നിങ്ങൾ പറ. Please open up to your cell group leader or to your mentor about these things. പ്രിയമുള്ളവരെ, വേറൊരു കാര്യം കൂടെ ഉണ്ട്. And one more thing I would like to mention. നമ്മുടെ പിതാവ് ഇത്ര കരുണ കാണിക്കുന്നവനാണെങ്കിൽ അവന്റെ മക്കളായ നമ്മളും കരുണ കാണിക്കേണ്ടിവരല്ലേ? And if our Father is so merciful, shouldn't we as his children show mercy? നമ്മളെ വാളെടുത്തോണ്ട് നടക്കേണ്ടിവരാണോ? Should we be people who carry swords with us? നമ്മളിൽ ചിലര് വാളല്ല, വചനത്തെ വാളായിട്ട് എടുത്തുകൊണ്ട് നടക്കുന്നവരുണ്ട്. And many of us don't literally carry a sword, but we carry his word to use as a sword to injure others. ഞാനും അങ്ങനെ ചെയ്തിട്ടുണ്ട്. And I myself have done it many times. ഈ വചനം വെച്ച് പലരെ വെട്ടിയിട്ടുണ്ട്. And I have used this word to injure many people. പക്ഷെ പ്രിയമുള്ളവരെ, ഇത്ര കരുണയുള്ള അപ്പനോ ഇരിക്കെ മക്കളായ നമ്മൾക്ക് എങ്ങനെയാ നമ്മൾ ജീവിക്കേണ്ടത്? And if we have a Father who is so merciful, as children, how should we ought to live? നമുക്ക് പ്രാർത്ഥിക്കാം. Let's pray. Hallelujah. Thank you, Father. Hallelujah. ഇന്നെ കേൾക്കുന്ന യേശുവുമായിട്ട് ഒരു ബന്ധമില്ലാതെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, in case there's anybody who's listening to this message and who hasn't got a relationship with Jesus Christ, നിങ്ങള് യേശുവിന്റെ അടുക്കലേക്ക് ഓടി വാ. I am telling such people, run to Jesus. അവൻ നിങ്ങളെ കഴുകും. He will wash you. അവൻ നിങ്ങളെ ക്ഷമിക്കും. He will forgive അവൻ you. നിങ്ങളെ പുതുതാക്കും. He will make you new ഹല്ലേലൂയ. creation. അവൻ പിതാവിനോട് നിങ്ങളെ നിരപ്പാക്കും. He will reconcile you to the Heavenly Father. അവൻ നിങ്ങളെ പുതിയ സൃഷ്ടിയാക്കും. He will make you a new creation. സ്വർഗ്ഗ പിതാവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. Heavenly Father, we want to thank you. പിതാവേ, അങ്ങേ പലരും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. Oh Father, many have misunderstood you. അങ്ങ് ഇത്രമാത്രം ദയയുള്ളവനാണല്ലോ. You are such a God of mercy.
and അങ്ങ് compassion. ഇത്രമാത്രം കരുണാ സമ്പന്നനാണല്ലോ. You are a God who is abounding in mercy. കർത്താവേ, തീർച്ചയായിട്ടും അങ്ങ് വിശുദ്ധനാണ്, പരിശുദ്ധനാണ്. Oh Lord, you are a holy God, yet അങ്ങ് നീതിമാനാണ്. you are a righteous God. അങ്ങ് അനീതിക്കെതിരെ കോപമുള്ളവനാണ്. You get angry at injustice and unrighteousness. എന്നാൽ അങ്ങ് കരുണാ സമ്പന്നനാണ്. And yet you are a God who is full of mercy. നന്ദി കർത്താവേ. Thank you, Lord. നന്ദി കർത്താവേ. Thank you, Lord. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങ് എത്ര നല്ലവനാണ് You കർത്താവേ. are such a good God, O Lord. Thank you. You are great, O Lord. അങ്ങ് എത്ര വലിയവനാണ് കർത്താവേ. You are wonderful, O Lord. അങ്ങ് നല്ലവനാണ് ദൈവമേ. We bow down before you. അങ്ങയുടെ മുമ്പാകെ ഞങ്ങൾ കുമ്പിടുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. In Jesus' name we pray. Amen. Amen.